ഹലോ, ഇപ്രാവശ്യം കർക്കിടകത്തിൽ നമുക്ക് നല്ല മഴ കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തായാലും ഉലുവക്കഞ്ഞി, അതായത് കർക്കിടകഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ഈ ഒരു കർക്കിടകഞ്ഞിൻ്റെ കിറ്റ് മേടിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 12 ഐറ്റംസ് കൂടി ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. 12 ഐറ്റംസ് ഇല്ല, അതിൽ നമ്മൾ റാഗി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ റാഗി, അതായത് മുത്താരി നമ്മളൊന്നുകിൽ പൊടിച്ച് ചേർക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ ആ ഒരു അരച്ചിട്ട് പാലെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ റാഗി ചേർത്തിട്ടില്ല, ബാക്കിയെല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനിപ്പം ഒരു 1.5 ഗ്ലാസ് അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മളിത് കുതിർത്ത് വെക്കണം. ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതിനുശേഷം നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ച ശേഷം ഇതിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഴിക്കാനായിട്ടുള്ള ശർക്കരപ്പാനിയും തേങ്ങയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ പാലായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് വറവ് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പശു നെയ്യിൽ ചെറിയ ഉള്ളി വെച്ചിട്ട് നമ്മൾ താളിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി, ആ ഒരു മധുരത്തിനൊന്ന് ബാലൻസ് ആണല്ലോ, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി വെക്കുക. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ ഈ ഒരു ലൂസൊക്കെ പോയിട്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇത് നല്ല കുറുകി ആവശ്യത്തിനുണ്ട് നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ നല്ലപോലെ ചൂടാറിയത് കൊണ്ടാണ് ഇത്രയും ടൈറ്റായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ തിക്നെസ്. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.